ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽ പെടുന്നവർ, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയാണ് ഏപ്രിൽ മാസഫലം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലം അറിയുന്നതിന് മുമ്പ്, ഏപ്രിൽ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ്, ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കുംഭക്കൂർ എന്ന് പറയുമ്പോൾ കുംഭക്കൂറും കുംഭലഗ്നവും ജന്മലഗ്ന രാശാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ 2-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ഏപ്രിൽ 14-ന് 2-ൽ നിന്നും 3-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2-ന് 2-ലേക്ക് രാശി മാറുന്നു. ബുധൻ ഏപ്രിൽ 11-ന് ജന്മരാശിയിൽ നിന്നും 2-ലേക്ക് ബുധൻ്റെ നീചരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ 5-ൽ സ്ഥിതി തുടരുന്നു. ശുക്രൻ ഏപ്രിൽ 19-ന് 3-ൽ നിന്നും 4-ലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. രാഹു ജന്മരാശിയിലുണ്ട്. കേതു 7-ലും സ്ഥിതി തുടരുന്നു. അതായത് കുജൻ, ബുധൻ ഈ 2 ഗ്രഹങ്ങളും 2-ലേക്ക് മാറുന്നു. അതുപോലെ സൂര്യൻ 3-ലേക്ക് മാറുന്നു. ശുക്രൻ 4-ലേക്ക് മാറുന്നു. ഇതാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശ്യാധിപൻ 2-ലാണ്. ശനി കമ്പസ്റ്റിലാണ്. ജന്മരാശിയിൽ രാഹു ഉണ്ട്. 10 വരെ ബുധൻ അഷ്ടമ ഭാവാധിപനാണ്, ജന്മരാശിയിലുണ്ട്. ശനിയാണെങ്കിൽ 12-ാം ഭാവാധിപനായിട്ടാണ് 2-ൽ നിൽക്കുന്നത്. അപ്പം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സ്കിൻ പ്രോബ്ലം ഉള്ളവർ, അലർജി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ, നെർവ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ ചെറിയ, അതായത് ഒരു ഭയം, രോഗഭയം ഒക്കെ, ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ജന്മരാശിയിലെ രാഹു അതിനെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ എങ്കിൽ തന്നെയും ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 5-ൽ നിൽക്കുന്ന ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ടെൻഷനൊക്കെ മാറുന്നതിന് സഹായകമാവും. മാത്രമല്ല നമുക്ക് ഈശ്വര കടാക്ഷമൊക്കെ കിട്ടാവുന്ന സമയമാണ്. ഇപ്പം ഉപാസനാദി കാര്യങ്ങളിൽ ഈശ്വര ചിന്തയിലൊക്കെ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആ ടെൻഷനൊക്കെ കുറയ്ക്കുന്നതിന് ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും. അതുപോലെ തന്നെ നമ്മൾ 2-ലൊക്കെ വാക്സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്, ചൊവ്വ നിൽക്കുന്നത്, ശനി നിൽക്കുന്നത്. 11 മുതൽ ബുധനും അവിടെ വരികയാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധനാണ് ആ 2-ൽ വരുന്നത്. അപ്പോൾ ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചിലർക്ക് ഈ മൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതുപോലെ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇതൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. ദൂരയാത്രകളിലും ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ഏപ്രിൽ 2-ന് 2-ലേക്ക് മാറുകയാണ്. 2-ൽ ശനിയുണ്ട്, സൂര്യനുണ്ട്, ചൊവ്വയുണ്ട്. അപ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ 3 ഗ്രഹങ്ങളും ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, വാഗ്വാദങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഈ പ്രത്യേകിച്ച് ബുധനൊക്കെ നീചസ്ഥിതിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫയലിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിമാർക്സൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജൊക്കെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒക്കെ ഒരു കെയർ വേണം. കാരണം 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11 മുതൽ 2-ൽ നീചസ്ഥിതനായിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം.
അതേസമയം 10-ാം ഭാവാധിപൻ 2-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് തൊഴിലിൽ നിന്നൊക്കെ നമുക്ക് ധനനേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ നമ്മൾ മേലുദ്യോഗസ്ഥർ ഈ 10-ാം ഭാവാധിപൻ 2-ലൊക്കെ വരുമ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥർ ചിലപ്പോൾ അവർ സന്ദർശനത്തിന് പോകുന്ന ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം 18 വരെ ശുക്രൻ 3-ലുണ്ട്. അത് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആ ശുക്രൻ്റെ സ്ഥിതി നല്ലതാണ്. 14-ന് സൂര്യൻ 3-ല് ഉച്ചരാശിയിലേക്ക് മാറുന്നു. ഇപ്പം 3-ലൊക്കെ സൂര്യൻ ഉച്ചരാശിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് ഫീൽഡിലായാലും ധൈര്യം, വീര്യം ഒക്കെ ഉണ്ടാകും. മൈൻഡൊക്കെ റിസോഴ്സ്ഫുൾ ആകും. ഏത് കാര്യത്തിലും ആക്റ്റീവ് ആകും. അപ്പം എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതൊക്കെ വിജയം കൈവരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമുക്ക് ആ 3-ലെ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാകും. സർക്കാർ സർവീസുള്ളവർക്കൊക്കെ നമുക്ക് അല്പ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിൽ ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം സൂര്യൻ ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ. തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് 3-ലൊക്കെ സൂര്യൻ ഉച്ചസ്ഥിതിനാകുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടും. അപ്പോൾ പൊതുവെ നമുക്ക് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും. 19 മുതൽ ശുക്രൻ സുഖസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 10-ല് ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തൊഴിൽ സുഖം നമുക്ക് അവസാനത്തെ പകുതിയൊക്കെ അനുഭവപ്പെടും. പൊതുവെ തൊഴിൽ അന്തരീക്ഷം ഫേവറബിൾ ആകുന്ന സമയമായിട്ട് അവസാനത്തെ പകുതി കാണുന്നു. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ 10 വരെയുണ്ട്. അതിനുശേഷം 2-ലേക്ക് രാശി മാറുന്നു. 14 മുതൽ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3-ല് ഉച്ചസ്ഥിതിനായിട്ട് വരികയാണ്. വലിയ നേട്ടങ്ങൾ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പാർട്ട്നേഴ്സിൽ നിന്നൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ അഡ്വൈസ് വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെയൊക്കെ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ് കരാറുകൾ കിട്ടുന്നതിന്, കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും. അപ്പോൾ അതിനുമൊക്കെ അനുകൂല സമയമാണ്. പൊതുവേ നമുക്ക് വരുമാനം, ലാഭവർധനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഗുരുവൊക്കെ 11-ല് ദൃഷ്ടി ചെയ്യുന്നത് പൊതുവേ നമുക്ക് ധനവരവ്, ലാഭവർധനവ് ഒക്കെ ഉണ്ടാകുന്നതിനും വഴിതെളിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആദ്യം ജന്മരാശിയിലുണ്ട്. 11 മുതൽ വാക്സ്ഥാനത്ത് 2-ല് ആ ബുധൻ സഞ്ചരിക്കുന്നുണ്ട്. നീച രാശിയിലേക്കാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ബുധൻ 5-ഉം 8-ഉം ഭാവാധിപനും കൂടിയാണ്. 5-ല് ഗുരുവുണ്ട്. അപ്പോൾ 9-ാം ഭാവാധിപനായി ശുക്രൻ 9-ല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് 18 വരെ. ഗുരുവും 9-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനത്തിന് പൊതുവെ അനുകൂല സമയം എന്ന് തന്നെ പറയാം. ബുദ്ധിശക്തി, അതുപോലെ ഓർമ്മാശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ ഇപ്പോൾ രാഹുവും അതുപോലെ ബുധനും ഒക്കെ ജന്മരാശി നിൽക്കുമ്പോൾ ചില ഏരിയയിലൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറുന്നതിന് ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി സഹായകമാണ്. അപ്പോൾ നമുക്ക് പഠനത്തിലൊക്കെ ഒരു കറക്റ്റ് ഡിസിഷനൊക്കെ എടുക്കാൻ ആ ഗുരുവിൻ്റെ 5-ൽ നിന്നുള്ള ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ ഉപദേശമൊക്കെ നമുക്ക് ഈ പഠനത്തിൽ വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഹയർ സ്റ്റഡീസിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. കലാവിഷയങ്ങളിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ എഴുത്ത്, പ്രസംഗം, അതുപോലെ ഇപ്പോൾ എഴുത്തുകാർ ചിലപ്പോൾ പുസ്തക പ്രസിദ്ധീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഗവേഷകർക്കും ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ 8-ല് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഗവേഷണത്തിലും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു 11-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 2-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 5-ല് നിൽക്കുകയാണ്. ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 11-ൽ തന്നെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 2-ൽ നിൽക്കുകയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഏണിംഗ് പവർ കൂടുന്ന സമയം എന്ന് പറയാം. ധനാർജനം കൂട്ടുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തുന്ന സമയമാണ്. ഭാവിയിൽ ഗുണം കിട്ടുന്ന സ്കീമുകളിലൊക്കെ പണം മുടക്കുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്.
ഇപ്പോൾ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിൻ ഈ സമയത്ത് ഉണ്ടാകും. അതായത് ഒന്നിലധികം ഇൻകം സോഴ്സ് ഉണ്ടാകും എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സോഴ്സിൽ നിന്നല്ല ധനം കൈവശം വന്നു ചേരുന്നത്, പല സോഴ്സിൽ നിന്ന് നമുക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഇപ്പോൾ ഈ വസ്തു ഡീൽ ചെയ്യുന്നവരായാലും വാഹനം ഡീൽ ചെയ്യുന്നവരായാലും അവർക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂലമാണ്. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം ശനി 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയണം. അപ്പോൾ ഈ 12ാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ 12ാം ഭാവാധിപനും കൂടെയാണ് ശനി 2 നിൽക്കുമ്പോൾ കുടുംബത്തിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഏപ്രിൽ 19 മുതൽ 4ാം ഭാവാധിപനായിട്ട് ശുക്രൻ 4ൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം, ചിലപ്പോൾ വീട് പുതുക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശ്രമം, ആ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചെലവ് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാണ് കുംഭക്കൂറുകാർക്കെന്ന് നോക്കാം. വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അവസാനത്തെ പകുതി അവയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വിവാഹ നിശ്ചയം വഴിയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അതേസമയം 7ൽ കേതു ഉണ്ട്. ഇപ്പോൾ 7ൽ കേതു നിൽക്കുന്നത് കൊണ്ട് ആലോചന വരുമ്പോൾ ചിലർക്കൊക്കെ അതിലൊക്കെ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10 വരെ ജന്മരാശിയിലുണ്ട്. 5ൽ ഗുരുവുണ്ട്. ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയചിന്തകളൊക്കെ ഉണ്ടാകും. എങ്കിലും ബുധന് രാഹുവുമായിട്ടൊക്കെയുള്ളൊരു ബന്ധം വരുമ്പോൾ ചില കമിതാക്കൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഇത് നിലനിന്ന് പോകുമോ, അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകാം. അതുപോലെ തന്നെ 11 മുതൽ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2ലേക്ക് നീചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. അവിടെ ശനി, കുജൻ, രവി, ബുധനൊക്കെ ഈ 2ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട്, അതുപോലെ 5ൽ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ചിലർക്ക് പ്രണയബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5ലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമ്മൾ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ 7ൽ കേതു ഉള്ള സമയമാണ്. അപ്പോൾ 7ലെ കേതു എന്ന് പറയുമ്പോൾ കേതു ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഗ്രഹമല്ല, ഒരു സംതൃപ്തി ഇല്ലായ്മയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് ലൗകിക ജീവിതത്തിനോടുള്ള ഒരു താല്പര്യക്കുറവ് ആ കേതു കാണിക്കാം. ഇപ്പോൾ സംതൃപ്തിക്കുറവ് ഉണ്ടാക്കാം. എങ്കിലും 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14 മുതൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അതായത് 3ൽ ഉച്ചസ്ഥിതനാകുന്നു. അത് 7ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളി വഴി നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ സഹായം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ അഡ്വൈസ് പല കാര്യത്തിലും ഈ കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. അതേസമയം 7ാം ഭാവാധിപനായ സൂര്യൻ 3ൽ ഉച്ചനാകുമ്പോൾ ജീവിത പങ്കാളിയുടെ കമ്മ്യൂണിക്കേഷനിൽ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ സമയത്ത് സൂര്യൻ 3ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി പോവുക. പക്ഷേ കുടുംബജീവിതത്തിലോട്ട് നമ്മൾ വരുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 5ൽ നിൽക്കുന്നു. 2ൽ പക്ഷേ 2ാം ഭാവത്തിൽ സൂര്യനുണ്ട്, ആദ്യ പകുതി ശനിയുണ്ട്. അതുപോലെ ചൊവ്വ 2 മുതൽ വരുന്നുണ്ട്. 11 മുതൽ ബുധനും 2ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുടുംബ അംഗങ്ങളുമായിട്ട്, ബന്ധുക്കളുമായിട്ട് ഒക്കെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഈ 4ാം ഭാവാധിപൻ ഏപ്രിൽ 18 വരെ 3ലാണ് നിൽക്കുന്നത്. അത് ഭാവത്തിൻ്റെ 12ലാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പഴയ വീട് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഴയ വാഹനമൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതെടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ അതിന് അനുകൂല സമയമാണ്. ഇപ്പോൾ ചിലരൊക്കെ പഴയ ഫർണിച്ചർ ഇതൊക്കെ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഏപ്രിൽ 19 മുതൽ ആ സുഖസ്ഥാനത്ത് ശുക്രൻ വരുന്നുണ്ട്, സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ പഴയത് മാറ്റി പുതിയത് വാങ്ങുന്നതിനും പ്രത്യേകിച്ച് സുഖ സൗകര്യങ്ങൾ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. ചിലർക്ക് വാഹനം പുതിയത് വാങ്ങാൻ സാധ്യതയുണ്ട്, വസ്തു വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക്
സുഖസൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ അവസാനത്തെ പകുതി അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിച്ചു പോവുക. കുടുംബത്തിൽ പൊതുവെ സന്തോഷ അനുഭവങ്ങളൊക്കെ, മംഗളപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അവസാനത്തെ പകുതിക്ക് സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ 1, 2, 11, 12, 24, 25, 28, 29 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ, ഇപ്പോൾ നമ്മൾ വിവാഹ നിശ്ചയം പോലെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞതെല്ലാം ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. അതായത് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ള ഫലമാണ്. പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ദേശ, അപകാരം, ഛിദ്രം ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നമുക്ക് ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഈ കുംഭക്കൂറിലെ കുംഭലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്, കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും. അപ്പോൾ കുംഭക്കൂറിൽ പെടുന്നവർ കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കുംഭലഗ്നമല്ലാതെ ഉള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് കാണണം. ഇപ്പോൾ നമുക്ക് കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത്, അനിഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ ലഗ്നസ്ഥിതിയും ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദേശ, അപകാരം, ഛിദ്രവും ഒക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഗോചര ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ കേൾക്കുക. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ചിത്രം കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.